ഡേ സുധീഷേട്ടാ, ഇത് നമ്മുടെ ആദ്യത്തെ ഓണമാണ്. ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമ്മുടെ ഓർമ്മയിൽ വേണം കേട്ടല്ലോ. ഇവിടെ ഓക്കെ അല്ലേ ചേട്ടന്? എടി, നമ്മളെവിടെയായിരുന്നാലും നമ്മളെ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ കൂടെ വേണം, അത്രയേ ഉള്ളൂ. അമ്മ അച്ഛൻ്റെ പെങ്ങന്മാരോടൊക്കെ പറയും നിങ്ങൾ എന്നെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ്. എന്തേ അല്ലേ? പിന്നല്ലാണ്ട്. വാ അത്തപ്പൂ ഇടാം. പോം. വേട്ടവളയാ ആ ജമന്തി ഇളക്കിയിട്. ഗുണമില്ലാത്ത കുരിപ്പ്. ആ വാ മക്കളെ. വാളിയ വന്ന് പൂട്. വൈകിട്ട് നോക്ക് കുഞ്ഞാലാറണ്ടേ? ആറിനോളിയാ വാ മക്കളെ, വന്ന് ജമന്തി ഇളക്കിയിട്. അമ്മേ, സുധീഷേട്ടന് പാൽപ്പായസം എന്ന് വെച്ചാൽ ജീവൻ, ഒത്തിരി കുടിക്കും. ആണോ? അയ്യോ, ഞാൻ ഇന്ന് അടയാണല്ലോ. അത് സാരമില്ല, അവന് വേണ്ടിയിട്ടല്ലേ നമുക്ക് പാൽപ്പായസം വയ്ക്കും. പണ്ടൊക്കെ ഞങ്ങളുടെ കാലത്ത് പുത്തനോട് ഉപ്പിട്ട് തൂശാനിയിലയിട്ട് മുത്തേരി ചോറിട്ട് സദ്യ കൊണ്ടും. അച്ഛൻ നല്ല കവിയാണല്ലോ. വെറും കവിയല്ല, നിമിഷ കവി. അച്ഛൻ ഇവിടെ ക്ലബിന്റെ വക എല്ലാ ഓണത്തിനും കവിതയ്ക്ക് ഫസ്റ്റാ. വെരി നൈസ്. അളിന് ഇതുപോലത്തെ കഴിവൊന്നുമില്ലേ? ഞാൻ ഡാൻസറാണില്ല. ഉച്ചയ്ക്ക് മാവേലി ഘോഷത്ത് വരട്ടെ, അപ്പൊ കാണാം. സ്റ്റെപ്സ് എല്ലാ കുടുംബം തന്നെ. അല്ല അമ്മയ്ക്കോ? അമ്മ പാചകം. അമ്മയുടെ സാമ്പാർ എടുത്തിട്ട് കൊതിയായിട്ട് പോയി. നിനക്കോ അമ്മു? എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, ഉണ്ണ ഉറങ്ങുക. ഫണ്ണി ഫാമിലി. എത്തിയാ എത്തി. മോനെ, ഇതാരോടത്തെ നിത്യ കണിക്കൊന്ന. കണിക്കൊന്നേ? മക്കളെ, നമ്മൾ വിഷുവിന്റെ അന്ന് രാവിലെ കണി കാണൂലേ, അതുപോലെ എന്നും രാവിലെ വീട്ടിന്റെ ഫ്രണ്ടിൽ വന്ന് പൂത്തൊളഞ്ഞു നിൽക്കും. ചുമ്മാ കളിയാ. ഇതെന്റെ കൂട്ടുകാരൻ വിജിൽ തമ്പി, ഗൾഫ് റിട്ടേണാ. വിജിൽ തമ്പിയോ? അതൊരു ഡയറക്ടർ അല്ലേ? അത് വിജി തമ്പി, ഇത് വിജിൽ തമ്പി. നെക്സ്റ്റ് വിറ്റ് കളിയാ. എവരെ ചെളി ഒന്ന് കേട്ട അളിയും പഠിക്കണ്ട. ഓണം നോക്കും പഠിക്കണ്ടേ? പിന്നെ അല്ല. രാത്രിക്ക് ഒരു റോക്കറ്റ് വാങ്ങാൻ പറഞ്ഞിട്ട് നീ വാങ്ങിയോടാ വിജിലേ? പിന്നെ ഡോണ്ട് വെറി, അതൊക്കെ സെറ്റ്. എന്റെ മരുമോന്റെ ആദ്യത്തെ ഓണ അവൻ ഞെട്ടണം. അത് മാത്രല്ല എല്ലാരും ഞെട്ടും. അത് മതി. ഞാൻ പോയി ബാക്കി കറിക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ. എടാ മോനെ പിടി. ഏട്ടാ, എന്നാ ഞാനും പോവുകയാണെ. നിങ്ങൾ ബാക്കി പ്ലാൻ ചെയ്യും. ആയിക്കോട്ടെ. അവൻ ഇവിടെയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്തോ. ഏട്ടൻ അഡ്ജസ്റ്റബിൾ ആണമ്മേ. കുറച്ച് ഇൻട്രോവേർട്ടാണ്, അത്രേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ എല്ലാം ശരിയായിക്കോളൂ. അമ്മ ഏട്ടന്റെ കോമഡി കേട്ടിട്ടില്ലല്ലോ, ചിരിച്ചിരിച്ച് ബോധം പോവും. കഴിക്കളിയാ. വൈകുന്നേരം ഘോഷയാത്രയ്ക്ക് പോകണ്ടല്ലേ? ഒരേ പൊളിയായിരിക്കും. അളിയനെ ഉണക്കണ കേസ് ഞാൻ. മോളെ, അച്ഛ എവിടെ? ദേ കഴിക്കുന്നില്ലേ? ഞാനേ എന്റെ മരുമോനൊരു സർപ്രൈസ് എടുക്കാൻ പോയതാ. ദേ, ആവശ്യമില്ലാത്ത ശീലവും ഇവനെ പഠിപ്പിക്കണ്ട കേട്ടോ. നിങ്ങളെ നശിച്ചു. ഒന്ന് പോടി. ഇതേ നോൺ ആൽക്കഹോളിക് വീഞ്ഞ, വിശപ്പ് കൂടും, നല്ല എനർജിയും കിട്ടും. ഓൻ ഒരുപാടൊന്നും കുടിക്കണ്ട, തല കറങ്ങും. ഇച്ചിരി ടേസ്റ്റ് നുണയാൻ. അമ്മ ഇച്ചിരി വെള്ളം തരൂ. കുടം. അയ്യേ, ഇതേ നോക്കിക്കോ എക്സ്പ്രഷൻ, നോക്കിക്കോ. കണ്ടാ അച്ഛൻ സ്റ്റഡിയായിട്ട് നിക്കണ കണ്ടാ? അളിയന് തീരെ കപ്പാസിറ്റി ഇല്ല. നമ്മുടെ സെറ്റപ്പിലൊക്കെ അയാൾ സെറ്റ് ആവും. അതൊക്കെ വരും. നീ ചോദിച്ചു, ഞാൻ ചോദിച്ചു നോക്കാം. എന്തുവാ ഒരു രഹസ്യം? അല്ലളിയാ, ഇവൻ പറയാണ് മാവേലി ഒരുക്കുന്നിടത്ത് അളിയനെയും കൊണ്ടുപോകാം. ഓ, ഞാൻ വരാല്ല. ശേ, ഒരുപാട് ആൾക്കാർ ഇരുന്ന സ്ഥലമാണ്. അളിയന് പറ്റുമോ നോക്കിട്ട് മതി. ശേ, ഇതൊക്കെ ഒരു രസമല്ലേ? ഞാൻ വരാം. അങ്ങനെ എന്തെങ്കിലും ആലുമ്പോ ആൾക്കാരുണ്ടെങ്കിൽ മാറി നിന്നാ പോരെ? അളിയനൊക്കെ ആണെങ്കിൽ എനിക്കൊക്കെ. അതാണ്. വീട് പൊളിച്ചിടാനായിട്ടാണോ ഓടി? പൊടിയിൽ വരെ മായ. അളിയൻ വന്നല്ല മക്കളെ, ഇതാണെന്ന് മനസ്സിലായ? അമ്മ പറഞ്ഞിട്ടുണ്ട്. അമ്മ എന്താ പറഞ്ഞേ? വിശ്വാസം അവൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് പറഞ്ഞോ?
ഈ ചേട്ടൻ വാ തോന്നാ തമാശയെ പറയത്തുള്ളൂ. ഞാനേ സെക്യൂരിറ്റി ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ എന്റെ ഇരട്ട പേരെന്താന്ന് അറിയോ? നോക്കറിയാം. നീ എന്റെ മോളെ എങ്ങാനും വിഷമിപ്പിച്ച എന്റെ യഥാർത്ഥ ടെറർ സ്വഭാവം എന്തെന്ന് നീ അറിയും. പേടിച്ച ചുമ്മാ പറ്റിച്ചതാ. എടി ചോറെടുത്ത് പോയി ഉണ്ണിട്ട്. അമ്മ പറഞ്ഞ നേരത്തെ അറിഞ്ഞ. അയ്യോ അത് സുധീഷ് മോനുള്ളതാ. വേണ്ട, ഭയങ്കര ഇരിപ്പാ. മോനമ്മ വേറെ കൊണ്ടുവരാം. ഓന് പാൽപ്പായസമാണ് കുടിക്കുന്നത്. അവനെ സിംഗപ്പൂർ വീഞ്ഞു കുടിച്ചിട്ടിരിക്കുക. പിരിയും. മോനെ ഇതെന്തോന്ന് കോലമാണ്. നമ്മളൊക്കെ മലയാളികളല്ലേ, കേരളത്തിൻ്റെതായിട്ടുള്ള തനതായിട്ടുള്ള ഷർട്ടും മുണ്ടും ഒക്കെ ഇട്ട് നല്ല ഓളത്തിൽ പോ ഓണത്തിനെ. അയ്യോ അച്ഛാ എനിക്കിത് മതി. മുണ്ടൊന്നും എനിക്ക് കംഫർട്ട് അല്ല. ഉള്ള കംഫർട്ടൊക്കെ മതി. നിന്റെ മുണ്ടം കഴിഞ്ഞു പോണെങ്കിലേ ഞങ്ങൾ സഹിച്ചു പോരെ. അളെ ബാങ്കിലെ ലോണൊക്കെ തീർന്നു. ഉള്ളോളം കൂടെ ഉണ്ട്. ഉള്ളൂളേ ഉള്ളൂ. കളറായല്ല പച്ചയാ ചാണാൻ പച്ച. ഇനി പോക്കോ. ഓ വലിയ ചാർജായി. കളീനെ കൂടെ വിളിച്ചാലേ. അയാൾ ഡീസൻ്റ് ആണോ? നേരത്തെ വൈൻ ഒഴിച്ചു കൊടുത്തപ്പോൾ തന്നെ എന്ത് ബുദ്ധിമുട്ടിയാ കുടിച്ചതെന്ന്. അയാളെ കുടിക്കില്ലെന്ന് ഉറപ്പുണ്ടെങ്കിലേ ഉറപ്പായിട്ടും വിളിക്കണം. സാധനം തീരുമല്ലേ. ഒരു മിനിറ്റേ. അളിയാ അളിയാ പറവജിൽ ചെറുതൊന്നും അടിക്കുന്ന എന്ത് ഫോറിന്. വേണ്ട വേണ്ട വിജിൽ വേണ്ട. ഇന്ന് അടിച്ചില്ലപ്പോ എന്ന് അളിയാ? നോ 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 വിജിൽ. ഓണത്തിന് അടിച്ചില്ലപ്പോ എന്ന് അളിയാ? എന്നാലും അളിയന്റെ മനസ്സിരിക്കറിയാം. വാ ശേ വാ വാ അളിയാ. ശേ അളയും ചെറുതൊന്നും അടി. ഞാൻ അവളോട് പറയൂല. പഠിക്കല്ലേ. അളിയാ ഞാൻ ആഗ്രഹിച്ചത് നിന്നെ പോലത്തെ ഒരു അളിയനെ. പക്ഷെ എനിക്ക് കിട്ടിയതോ ഇങ്ങനെ ഒരു വേട്ടാ അളിയനെ. അളിയന്റെ കിണ്ടി സാധനം തീർന്നോടെ. എടാ മൂക്കി വലിച്ച് കയറ്റാൻ പോലും ഇല്ലടാ 1 ലിറ്റർ സാധനം. എടാ സാധനം വാങ്ങടാ. ഓണം വന്നല്ലോ ഞാലിട്ടല്ലോ ചാടി മറിഞ്ഞല്ലോ ഉണ്ണി പന്ത് കളിച്ചല്ലോ. നല്ലൊരു ഓണമായിട്ട് മൊത്തം മഴയാണല്ലോ. മാവേലി ഘോഷയാത്ര എത്തി. മോനെ സുധീഷ് എന്തിയാടാ? സുധീഷ് തിരുവോണപ്പുഴയിൽ തിരുമൊഴി കാഴ്ച കാണാൻ തിരുമുറ്റ അണിഞ്ഞൊരുങ്ങി. ഓ മൃദുലേ കണ്ടണക്കം എന്താ പറയുന്നത്? അവൻ സ്വല്പം കുടിച്ചിട്ടുണ്ട്. സ്വല്പം അവൻ കുടിക്കോ? പച്ച വെള്ളം ഒഴിക്കാതെ കുടിക്കും. രാവിലെ 2 വീഞ്ഞും കൊണ്ട് വെച്ചിട്ടാ വാങ്ങ തമാശരിക്കും. അതെ ഓണത്തിന്റെ ഒപ്പം 2 എണ്ണം വിട്ടിട്ട് കാല് തേണിട്ട് 2 എണ്ണം ടിച്ചിട്ട് രത്തക്കോളം വിട്ട് പൂക്കോളം തിന്നിട്ട് ഓണസദ്യ കഴിച്ച് മാവേലി ചേട്ടൻ്റെ ഒപ്പം 2 ജിയാസ് അടിച്ച് നാട് മൊത്തം കരങ്ങി വന്ന് ഞാൻ. എടോ ഇതാണ് നിമിഷ കഴി കേട്ടോ.
ഒരു ടെററ് വിശ്വനാഥൻ. തന്റെ മോളെ ഞാൻ നോക്കിയാൽ ഞാൻ എന്തോ ഇവിടെ മുക്കി വെച്ച് കയറ്റു. എനിക്ക് കൊണ്ടുവന്ന പൈസ എടുത്ത് മൂഞ്ചിട്ട് അവൻ നിൽക്കുന്നത് ഇല്ലേ. തനക്കം തില്ലം തില്ലം കനക്കണക്കും രണ്ടമൃതക്കും അമ്മേ, സത്യം പറയാലോ അമ്മേ, ഇവിടെ ആ കൂടെ ഗുണമുള്ളത് അമ്മേരെ സാമ്പാർ മാത്രം. ഞാൻ അലിഞ്ഞു പോയി ഐസ്ക്രീം പോലെ. അമ്മു ഇപ്പൊ കളറായില്ലേ അമ്മു? എന്റെ ജീവിതത്തിൽ ഈ ഓണം നീ മറക്കൂല. സന്തോഷല്ലേ അമ്മു? അറിയാ? ഓ നീ വാടാ, നീ ആ കൊലയിലുള്ളതല്ലേ, ഇന്നല്ല എന്റെ വിരുന്നറിയാ. ഓ പറയാ അറിയാ, നീ ബാംഗ്ലൂർ വാ, നമുക്ക് ബാംഗ്ലൂർ പോവാ. ഡെയിലി പബ്ബ് വീട്, പബ്ബ് വീട്, വീട് പബ്ബ്, വീട് പബ്ബ്, വീട് പബ്ബ്, അടിച്ചടിച്ച് കറിയാ. അയ്യോ അളിയൻ അടിച്ചിട്ടേ ഇല്ല, അളിയൻ പച്ച. അയ്യോ, ഞാൻ എന്തോ മറന്നു പോയല്ലോ. എടോ, തന്നോട് ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് മുണ്ട് കംഫർട്ട് അല്ലെന്ന്. അപ്പൊ എന്താ താൻ എന്നോട് എന്താ പറഞ്ഞേ? അഴിഞ്ഞു പോയാലും കുഴപ്പമില്ലെന്നോ? എന്താണോ കൊണ്ട് പോടോ. തന്നകം അനകം. അയ്യോ അച്ഛ, അമ്മ. അയ്യോ വസന്തേ, കബഡി മേളം, കവകടി മേളം. വിശ്വൻ താഴത്തിലടാ. കവകടി മേളം, കവകളി മേളം, ശരിയാക്കി തരാം. കബഡി മേളം, കവകട മേളം, കബഡി മേളം, കവകട മേളം. അച്ഛാ, ഞങ്ങൾ ഇറങ്ങുക. ചേട്ടൻ അച്ഛനെ തിരക്കുന്നുണ്ട്. അച്ഛാ, നിനക്കൊണ്ട് അവനെ കണ്ടുപിടിച്ചതേ ഞാനായിപ്പോയി. അല്ലാതെ നിന്നെ ഇപ്പൊ അടുപ്പിൽ വെച്ചാണ് ഞാൻ. ലീവ് കിട്ടിയാൽ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരരുത് ആ മാരണത്തിനെ. അമ്മ ഇറങ്ങട്ടെ. അടുക്കളയിലെ കുറച്ച് വളിച്ച സാമ്പാർ ഇരിപ്പുണ്ട്, കെട്ടിപ്പോഞ്ഞ് എടുത്തോണ്ട് പോവും, എന്റെ തൊള്ളയിലൊക്കെ ഒഴിക്കും. അമ്മാവ, ഞങ്ങൾ ഇറങ്ങുക. അമ്മു, അച്ഛനമ്മയും വാങ്ങിട്ടു. അമ്മു, അച്ഛൻ ഇന്നലെ തന്ന വീഞ്ഞില്ലേ, പഴയതാണെന്ന് തോന്നുന്നു. നല്ല വീതി, നല്ല തല കറക്കം. അടുത്ത ഓണം കാണാം.